അത് കഴിയും മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക്. ബഹുമാനപ്പെട്ടവർ മരിച്ചപ്പോൾ മഹാനാവുന്ന തിരുപ്പതി ഉസ്താദ് ഒരു വർത്താനം പറഞ്ഞു. അത് ഞാനിപ്പോൾ അത് ഇവിടെ പറയണില്ല. അപ്പോൾ എനിക്കും തന്നെ അത് സംശയം. ഞാൻ വളമസാരോടൊക്കെ പറഞ്ഞിട്ടത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ നന്ദിന്ന് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ അബൂ സഊദ് തഫ്സീർ ഒന്നുണ്ട്. എനിക്ക് തോന്നി ആ തഫ്സീർ ഒന്ന് തുറന്ന് ചില സ്ഥലം നോക്കണം. ഞാൻ മറച്ച സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പോൾ തിരുപ്പതി ഉസ്താദ് പറഞ്ഞ ആ സംഭവം, ഷെയ്ഖുനാനെ പറ്റി പറഞ്ഞ സംഭവം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ട വലിയൊരു മഹാനിക്ക് ആ ഒരു സംഭവം മരണശേഷം ഉണ്ടായിട്ടുണ്ട്. അത് അതിൽ രേഖപ്പെടുത്തപ്പെടുത്തിട്ടുണ്ട്. ഞാൻ ആ സംഭവം പറയില്ല. സംഭവം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയൂല. ഉൾക്കൊള്ളാൻ കഴിയൂല എന്നല്ല, ഇവിടെ പല കള്ളന്മാരും മറ്റേ ഫേസ്ബുക്കിലും മറ്റിലൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ പരിഹസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ആ സംഭവം പറഞ്ഞില്ല. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഞാനിങ്ങനെ ആലോചിച്ചെങ്ങനെ ഇപ്പൊ തിരുപ്പതി ഉസ്താദ് ഇങ്ങനെ പറയാം ഷെയ്ഖുനാനെ പറ്റി അതൊക്കെ. അപ്പൊ എനിക്ക് അന്ന് അത്രമാത്രം അത് മനസ്സിലാക്കാൻ മാത്രം ഞാൻ ഇല്ലായിരുന്നു. അതായിരിക്കും. പിന്നീട് ഞാൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം തിരുപ്പതി ഉസ്താദ് അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്ദിന്ന് പോവാണ്. അപ്പൊ എൻ്റെ വണ്ടിയിൽ തഫ്സീർ അബൂ സഊദുണ്ട്. അതിൽ ഞാൻ വെറുതെ മറച്ചതാണ്. ഞാനിങ്ങനെ വണ്ടി പോകുമ്പോൾ കിതാബ് നോക്കണ പതിവൊന്നും എനിക്കില്ല. എനിക്ക് തോന്നി അബൂ സഊദ് ഞാൻ ഒന്ന് മറച്ചു നോക്കി. മറച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ട സ്ഥലത്തേനെ കാണുന്നതായോ ഈ പറഞ്ഞത് പോലത്തൊരു സംഭവം. മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾക്ക് മരണശേഷം ഉണ്ടായത് അവരോട് ബന്ധപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉദ്ധരിച്ചതായ ചില ഉദ്ധരണികളാണ് കാണാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനത്തെ വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലുമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. അവർ നേതൃത്വം നൽകിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് അവരെ പോലത്തെ മഹാന്മാരാവുന്ന ഇവിടെ മറവിട്ടെടുക്കുന്ന വരക്കൽ മഹാനാവുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഴവി മുല്ലക്കോയ തങ്ങൾ കുറഞ്ഞ കാലമാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിദ്ധാനം വഹിച്ച വലിയ മഹാനാണ്. ഷെയ്ഖുനാ മൂപ്പരെ പറ്റി പറഞ്ഞത് കുതുബീങ്ങളിൽപ്പെട്ട വലിയ, ഷെയ്ഖുനാന്റെ മുന്നിൽ വെച്ചിട്ടേ ഞാൻ പറയുന്നത്, കുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് തങ്ങൾ എന്നാ പറയല്. കുതുബീങ്ങളിൽപ്പെട്ട ഏത് വകുപ്പിൽപ്പെട്ട ആളാന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് മൂപ്പര് പറയും. അത് കുത്തുബീങ്ങൾ പല നിലക്കുണ്ട്. കുത്തുബുൽ അക്താബ് ഉണ്ടാവും, കുത്തുബുൽ ഖറിയ ഉണ്ടാവും, അങ്ങനെ കുത്തുബുൽ സമാൻ ഉണ്ടാവും. അത് ഏതാന്ന് ഞാൻ പറഞ്ഞില്ല. കുത്തുബീങ്ങളിൽപ്പെട്ട മഹാനായിരുന്നു. ആ മഹാനാണ് ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവർ സ്ഥാപിച്ചു. അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, പങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന വലിയ വലിയ മഹാന്മാർ, അവരെല്ലാവരും പല പ്രാവശ്യം ആലോചിച്ചു, ഇസ്തിഖാറത്ത് ചെയ്ത് അതിന്റെ ശേഷം സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന് ചെറുതാക്കാരും ശ്രമിക്കണ്ട. ആ സംഘടന അത് അതിന്റെ പ്രൗഢിയോടുകൂടി അതിന്റെ 100-ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സംഘടനക്കൊരു ബർക്കത്തുണ്ട്. ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നയിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. അത് പൂർണ്ണമായിട്ടും ആ വിശ്വാസം ശരിയാണ്. ഇത് നമ്മളെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം കൂടിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക്, അവർക്ക് സുന്നിയാവുന്ന ആളുകൾക്ക് നമുക്കൊരു അഖീദ ഉണ്ടെങ്കിൽ നമ്മളെ അഖീദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയിൽപ്പെട്ട ഒന്ന് തന്നെയാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാവ്, അള്ളാഹുവിന്റെ ഔലിയാവൊക്കെ. അവരെ മരണശേഷവും അവർ ഇവിടെ നേതൃത്വം നൽകുന്നു. മാത്രമല്ല, അവർ നേതൃത്വം നൽകിയതായ സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകൾക്കൊക്കെ അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പലയിടത്തും പ്രസംഗിച്ചപ്പോൾ പല മൂല്യന്മാരെ നേതൃത്വം. പിന്നീട് എന്നോട് നമ്മളെ ഇഷ്യമായി പെട്ട വളരെ അത് ചർല സലീം ദാരിമി എനിക്ക് പറഞ്ഞു, ഉസ്താദ് ആ പറയുന്നത് ഇനി ഈ ഒരു ഇബാറത്ത് ഞാൻ കണ്ടുകിടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇബാറത്ത് കണ്ടിട്ടൊന്നും പറഞ്ഞതല്ല, എനിക്ക് നമ്മളൊരു അടിസ്ഥാനമുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ ചില ഉസൂലുകൾ, ആ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അതേപോലെ മഹാന്മാർ ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ, ആ സംഘടനകളൊക്കെ അവരതിന്റെ പിന്നിൽ അതിനെ നയിച്ചുകൊണ്ട് അതിനേക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് നിന്ന് പോരും. അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ മറ്റുള്ള ഉപസംഘടനകളൊക്കെ, അതിന്റെ പോഷക സംഘടനകളൊക്കെ. അതിന്റെ 100-ാം വാർഷികം 26-ാം കൊല്ലം, അത് ഈ അടുത്ത് വരുന്ന 26-ാം തീയതിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ട്, സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് വിജയിപ്പിക്കാനും അതിന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്ന് ഈ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് മഹാനാവുന്ന ശൈഖുനാ ശംസുലുലമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് അവരെ സംബന്ധിച്ച് പല സംഭവങ്ങളുണ്ട്, അത്ഭുതകരമായ പല സംഭവങ്ങൾ. പലതും എനിക്ക് പറയാൻ കഴിയും. ഞാൻ പൊതുവെ എനിക്കൊരു അടിസ്ഥാനമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഞാനൊരു അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു മഹാൻ വലിയ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ കറാമത്ത് കൊണ്ടല്ല, അദ്ദേഹം ശരിയായ ഇസ്തിഖാമത്തിന് മേലാണോ അല്ലേന്ന്.
അതാണ് ഷെയ്ഖുന ശരിയായ ഇസ്തിഖാമത്തിന് മേലുള്ള വലിയ മഹാനായിരുന്നു. ഇസ്തിഖാമത്തിന് മേൽ നിന്ന് പോരുമ്പോൾ കറാമത്തുകൾ അതിനോട് താബിയായി വരുന്നതായ ചില കാര്യങ്ങളാണ്. അപ്പൊ കറാമത്ത് അങ്ങനെ ഉണ്ടല്ലോ, അവിടെ ആ കറാമത്ത് ഈ കറാമത്ത്, അങ്ങനെ ഒരു സ്വലാത്ത് തുടങ്ങിയ കറാമത്ത് പറയും ഇപ്പൊ പലരും. സ്വലാത്തിന്റെ കറാമത്തല്ല വരേണ്ടത്, ഓന്റെ കറാമത്താണ് സ്വലാത്ത് തുടങ്ങിയവന്റെ കറാമത്ത്. അല്ലെങ്കിൽ വല്ല ദിക്ർ തുടങ്ങിയാൽ അവിടുത്തെ കറാമത്ത്. ഇങ്ങനെ ആരെങ്കിലും ഒരു ചികിത്സ ഇരുന്നിക്കാണെങ്കിൽ ആ ചികിത്സക്കാരുടെ കറാമത്ത് പറയും. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന അതുകൊണ്ടല്ല നമ്മൾ ഒരു മഹാനെ വിലയിരുത്തേണ്ടത്. മഹാന്മാരെ വിലയിരുത്തേണ്ടത് അവര് ശരിയായ തരീഖത്തിന്റെ സ്വഭാവത്തിലാണോ അവരുള്ളത് എന്നുള്ളതാണ്. അതല്ലാത്ത ചില മഹാന്മാരുണ്ടാവും, ഓമും ബഹാരി എന്ന് പറഞ്ഞില്ലേ, അവരെ നമുക്ക് പിൻപെടാൻ പറ്റും. ഫയാസിയു ഇത്തിബാഉം, അവരോട് പിൻപറ്റാൻ പറ്റില്ല. അവർ വലിയ ആളുകളായിരിക്കും. ചില മഹാന്മാരുണ്ടാവും, മജ്ദൂബീങ്ങളാവുന്ന ചില ആളുകളുണ്ടാവും. ഈ അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ പറ്റി ആലോചിച്ച് ആ ബിഹാറിൽ മുങ്ങിപ്പോകുമ്പോൾ അവർക്ക് തക്ലീഫ് അവർക്ക് ബാധകാവൂല. അവർ ഈ തക്ലീഫിന്റെ ലോകത്തുനിന്ന് അകന്നുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ടാവും. അവർ വലിയ ആളുകളാണ്, അവരോട് നമുക്ക് ദ്വാരിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഷെയ്ഖുന അങ്ങനത്തെ പല മഹാന്മാരോടും ദ്വാരിപ്പിച്ചു. കണ്ടാൽ ഒന്നിനും പറ്റാത്ത ആളുകളാണ് നമ്മളെ ദൃഷ്ടിയിൽ. ഷെയ്ഖുന അവരൊക്കെ എഴുതിബാർ ചെയ്യുന്ന വലിയ മനുഷ്യനായിരുന്നു. അവർക്കറിയാം ഇത് എങ്ങനെ ഇത് കൊള്ളാവുന്നവനാണോ അല്ല എന്നുള്ളതൊക്കെ. അത് മനസ്സിലാക്കാനുള്ളതായ ഒരു അവസ്ഥ, ഒരു പ്രത്യേക ഒരു അതിനുള്ളതായ ഒരു ഖുവ്വത്ത് മഹാനാവുന്ന ഷെയ്ഖുന സൽസുൽമക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഖൽബുൻ ഉലിദ വഖറജ ഇലാ ഫളാഇ തൗഹീദ് വഅല്ലഖ ഫീ സമാഇൽ മഅരിഫ. അങ്ങനത്തെ ഹൃദയങ്ങൾക്ക് അതിലൊക്കെ കഴിയും. അപ്പൊ അതുകൊണ്ടിട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ. അതോടുകൂടി ഒരു യഥാർത്ഥ ആലിമ് ആരാണോ ആ ആലിമിനുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ മുഴുവനും, അതായത് ഇസ്തിഖാമത്തിന്റെ മേൽ നിന്ന് പോരാന്ന്, അത് മഹാനവറുകൾക്കുണ്ടായിരുന്നു. അവര് ഒരുപാട് കാലം നേതൃത്വം നൽകിയ ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അവരുടെ ആ നേതൃത്വ കാലഘട്ടത്തിലാണ് ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ. ഇപ്പോൾ അഷ്റഫ് വിവരിച്ചതുപോലെ ക്രിസ്ത്യാനികളായിട്ടുള്ളതായ ഒരു മുനാദറ, മുജാഹിദീങ്ങളായിട്ട് പല സ്ഥലത്തു നിന്നുള്ളതായ മുജാഹിദി ഖണ്ഡന പ്രസംഗം, മുജാഹിദ് മൗദൂദി, ഖാദിയാനിസം, ഇതൊക്കെ ഞാൻ അവർ മൂപ്പരൻ്റെ പറഞ്ഞത്. ഞാൻ പിന്നെ പഴങ്ങാടി ദർസ് നടത്തിയതിനെ കാലത്ത് അവിടുന്ന് പോരാൻ കാരണം ഖാദിയാനിസിനെ പറ്റി ഒരു പുസ്തകം എഴുതിയതാണ്. അത് അവിടെ പ്രസിദ്ധീകരിച്ചു വേണ്ടി വന്നപ്പോൾ ചില തകരാറുകളൊക്കെ ഉണ്ടായിപ്പോയി. അവരതിന് ചില ആളുകൾ സമ്മതിച്ചില്ല. അവരെ പല കുടുംബങ്ങളും ഖാദിയാനികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടുന്ന് വിടാൻ കാരണം എന്ന് പറയുന്നുണ്ട്. പുതിയ പഴയങ്ങാടി കുറച്ചു കാലം കുറഞ്ഞ കാലം അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തോ ആവട്ടെ, അവ ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അതോടുകൂടെ യഥാർത്ഥ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ ഒലിയായിരിക്കും. അതാണ് യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ അതിന്റെ ഒരു കീടങ്ങളാണ് നമ്മളൊക്കെ. ശൈഖുന പറയലുണ്ടല്ലോ, യഥാർത്ഥ നമ്മളൊക്കെ പണ്ഡിതന്മാരല്ല, നമ്മളൊക്കെ വിവരമുള്ള ജാഹിലികൾ എന്നാ മൂപ്പര് പറയും. ഒരു തെബീസുള്ള വിവരമുള്ള എന്നല്ല, തെബീസുള്ള ജാഹിലിത മൂപ്പരെ പറയരുത്. അപ്പൊ ആരാ ഈ പറയണത്? ആലിമുൽ ആലം എന്ന് മഹാൻ ഗൾഫ് നാട്ടിലുള്ള വിദേശത്തുള്ളതായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച വലിയ മഹാനാണ് ഷെയ്ഖുന ശംസുൽ ഉലമ. അപ്പൊ അങ്ങനത്തെ അവരുടെ ആ നിലപാടുകളും അവർക്കുള്ളതായ അവർ സ്ഥാപിച്ച സംഘടനയും അതിനൊക്കെ ശക്തിപ്പെടുത്തുകയും അതിന്റെ 100ാം വാർഷികത്തിന് വേണ്ടി പ്രവർത്തിക്കാർ എല്ലാവരും സന്നദ്ധരാകുകയും ചെയ്യണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉറൂസിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഈ ഉറൂസിൽ ഒരുപാട് ആളുകൾ ദുആ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി അവസാനത്തെ ദിവസം ഇവിടുന്ന് ദുആ നടത്തപ്പെടും. ഇനി വരുന്ന ദിവസങ്ങളിൽ മഹാന്മാരാവുന്ന പല സാദാത്തുക്കളും പണ്ഡിതന്മാരൊക്കെ പല പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടത്തപ്പെടും. അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വന്നിരുന്ന് മഹാനാവുന്ന ഷെയ്ഖുനാനെ സംബന്ധിച്ച് വേണ്ടതുപോലെ എങ്ങനെ യഥാർത്ഥത്തിലുള്ളത് അതുപോണം ഷെയ്ഖുനാനെ പറ്റി പഠിച്ചുകൊണ്ടിട്ട് ഷെയ്ഖുനാനിലേക്ക് ഇല്ലാത്തതൊന്നും കൂട്ടി പറയേണ്ട ആരും പിന്നെ മരണപ്പെട്ടിന്റെ ശേഷം എല്ലാവരും ഇപ്പൊ ഷെയ്ഖുനാന്റെ സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. കവി പറഞ്ഞില്ലേ, എല്ലാവരും പറയും ഞാൻ ലൈലനോട് സ്നേഹമുള്ള ആളാണ്, ലൈലന്റെ ആളാണ് ലൈല, പക്ഷേ ലൈല ലാ തുഖിറുലുഹും ബിദാക, അവളത് അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെയാണ്. ഞാൻ ഷെയ്ഖുനാൻ ബന്ധം എന്താന്ന് ചോദിച്ചാൽ മൂപ്പരെ കാറ് പോണ് കണ്ടു നിൽക്കണമെന്നാണ് ചിലർ പറഞ്ഞത്. അങ്ങനെ പല നിലക്കും ബന്ധങ്ങളുണ്ടാവും. അപ്പൊ ആ ബന്ധങ്ങളെക്കാളൊക്കെ വലുത് മൂപ്പര ആശയങ്ങൾ ആദർശങ്ങളെ പിൻപറ്റി കൊണ്ടിട്ട് മൂപ്പര് കാണിച്ചു തന്ന ഒരു രീതിന്റെ വിവാദത്തിലും മറ്റുമൊക്കെ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വയനാട് ദുരിതാശ്വാസ